ഓ മോർണിംഗ് വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ. ഇന്നിപ്പോ മഴ പെയ്യാണ്ടിരുന്നേച്ചാ മതിയായിരുന്നു, നല്ല കിടിലം വിഷ്വൽസ് കിട്ടിയാണ്. പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹൈവേ ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം വെളുപ്പിന് 3 മണി. നമ്മളിപ്പോ എവിടെയാ ഉള്ളത് ബ്രോ? വെസ്റ്റ് വെർജീനിയ. നമ്മുടെ ഫ്ലോറിഡയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ വെസ്റ്റ് വെർജീനിയല്ല ഉള്ളത്. നമ്മുടെ ജോമെറ്റ് ബായ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഞാൻ ഇച്ചിരി ഓട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതേതാ ബ്രോ? റെസ്റ്റ് ഏരിയ അല്ലേ? റെസ്റ്റ് ഏരിയ, പക്ഷെ നല്ല സൂപ്പർ റെസ്റ്റ് ഏരിയ. സൂപ്പർ റെസ്റ്റ് ഏരിയ. റെസ്റ്റ് ഏരിയ. ഇതിനോട് തന്നെ ഒരു കഫേ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു നൈറ്റ് ആയതുകൊണ്ട് ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. ഈ സൈഡിൽ പിന്നെ ഇവിടെ നല്ല സീനറിയാ, പക്ഷെ നമുക്ക് രാത്രി ആയതുകൊണ്ട് അത്ര ഒരു നമുക്കുണ്ടല്ലോ. എന്തായാലും നാളെ അല്ലേ ഡെലിവറി? അതെ, നേരം വെളുത്ത് കഴിയുമ്പോൾ പോണ വഴിക്കുണ്ടല്ലോ, നമുക്ക് നിർത്തി കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. നമുക്ക് സമയമുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഉണ്ടല്ലോ, ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. രാവിലെ ഒരു ഓട്സ് ഉണ്ടാക്കി ഒരു ആപ്പിളും എടുത്ത് വെച്ച് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓട്സ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1.5 മിനിറ്റ് മൈക്രോവേവ് ചെയ്യും. ഒരു 4 സ്പൂൺ ഓട്സ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി പംകിൻ സീഡ് ഇടുവേ. അതിൻ്റെ അകത്തേക്ക് ബ്രോ ക്യാമറ ഒന്ന് പിടിച്ച് തരുമോ ബ്രോ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 4 സ്പൂൺ ഓട്സ്, വെള്ളം, പംകിൻ സീഡ്, അത് മൈക്രോവേവ് വെച്ച് ഏകദേശം ഒരു 1.5 മിനിറ്റോളം നമ്മൾ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വേണ്ട ഒരു സ്വീറ്റ്നർ, ഷുഗർ അവോയ്ഡ് ചെയ്യാനുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ, ഒരു സ്വീറ്റ്നറും ഇട്ടു. അതോടൊപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഗ്രീക്ക് യോഗട്ട് ഉണ്ടല്ലോ, ഗ്രീക്ക് യോഗട്ടിൻ്റെ ഒരു 3 സ്പൂൺ അല്ലെ ഒരു 4 സ്പൂൺ. ഈ ഗ്രീക്ക് യോഗട്ട് ഉണ്ടല്ലോ, ഗ്രീക്ക് യോഗട്ടാണ് ഹൈ പ്രോട്ടീൻ അല്ലേ, അതൊരു 4 സ്പൂണും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഓട്സിൻ്റെ വെള്ളം എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിൽ ഒരു ലസ്സി പരുവായിരിക്കും. അതാകുമ്പോൾ ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് സ്പൂണിട്ട് കഴിക്കുന്നതിന് പകരം നമുക്കൊരു ലസ്സി പോലെ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമുക്കത് ഒരു കുടിച്ചോണ്ടങ്ങ് പോവാം. നല്ലൊരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ. അതാകുമ്പോൾ ഒരു ഇപ്പോൾ ഈ 3 മണിക്ക് തുടങ്ങി ഒരു 8 മണി 9 മണി ഒരു 9:30 വരെയൊക്കെ സുഖമായിട്ട് നമുക്കങ്ങ് പോവാം. അതും ഇടയ്ക്ക് എന്തെങ്കിലും വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിളും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്നാക്കുമായി. അതാണ് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രോ രാത്രിയിലത്തെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? ഓക്കെ ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കൺസ്ട്രക്ഷൻ ഉണ്ട് അവിടെ. ഇപ്പോൾ സ്പീഡ് കുറവ് 55 ഉള്ളൂ. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. കാരണം പുതിയ റൂട്ട് ഇപ്പം പകലാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. മഴ ഉണ്ടായിരുന്നോ? മഴയും വലിയ കുഴപ്പമില്ലായിരുന്നു. ആണോ? വലിയ അങ്ങനെ എക്സ്ട്രീം ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. ഒന്നും കണ്ടിട്ടുണ്ടോ ഈ തെമുവിലൊക്കെ ഇട്ട്? ഇപ്പം ഞാനൊരു ട്രക്ക് ഇപ്പം ഇങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടേ, അതിങ്ങനെ 2 കണ്ണ്. അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്കത് സെറ്റ് ചെയ്യാം. കണ്ടുണ്ടോ? നല്ല രസമുണ്ടല്ലോ അത്. ഇപ്പൊ ട്രക്ക് പോയപ്പോൾ അതില് മെയിൻലി യൂറോപ്യൻ ട്രക്കുകളിൽ ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ വരാറുണ്ട്. കാരണം അത് ഇങ്ങനെ ഫ്ലാറ്റ് ഫേസ് അല്ലേ ഫ്രണ്ട്. അപ്പോൾ എന്തായാലും റെസ്റ്റ് ഏരിയ അടിപൊളിയാണ്. നമ്മുടെ ജോമെറ്റ് ബായ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റെസ്റ്റ് ഏരിയയിൽ പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം. വാ പൊളി. ഡോറ് തുറന്നു നോക്കുമ്പോൾ ഒരു കിഡിലൻ കൻവർത്ത് കേട്ടോ, കിഡിലൻ കൻവർത്ത്. രാത്രിയിലങ്ങ് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് പ്രതാപത്തോടു കൂടി അവൻ അങ്ങനെ കിടക്കുകയാണ്. നോക്കിക്കേ. അപ്പോൾ വേണ്ട, ഇതാണ് നമ്മുടെ ജോമെറ്റ് ബായ് പറഞ്ഞ വെസ്റ്റ് വെർജീനിയൻ റെസ്റ്റ് ഏരിയ. എല്ലാവരും വെസ്റ്റ് വെർജീനിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണെന്ന് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ. അർജുൻ ബായിയുടെ ഒപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രാവശ്യം വെസ്റ്റ് വെർജീനിയയുടെ ഒരു കിടിലൻ സെറ്റപ്പിൽ കയറിയിട്ടുണ്ട്. ATM ഉണ്ട്, ഡിസ്പെൻസിങ് മെഷീൻസ് ഉണ്ട്. നോക്ക്, അവിടെ ഒരു കഫേ ഉണ്ട്. ഇതാണ് ക്ലോസ എന്ന് പറഞ്ഞ കഫേ കേട്ടോ, മൗണ്ടൻ സ്റ്റേറ്റ് കഫേ വെസ്റ്റ് വെർജീനിയ. ഇഷ്ടംപോലെ ഡിസ്പെൻസിങ് മെഷീൻസ് കൊള്ളാം. എൻ്റെ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ സെറ്റപ്പുകളാണെങ്കിലും വേറെ എങ്ങും കാണാത്ത രീതിയിലുള്ള മോഡേൺ സെറ്റപ്പുകളാണ് കേട്ടോ, കിട്ടില്ല, കൊള്ളാം.
പിന്നെ ഇതിൻ്റെ സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് ഒറ്റ സിങ്കിൻ്റെ അകത്ത് തന്നെ കഴുകാനും പിന്നെ സോപ്പ് ഡിസ്പെൻസ് ചെയ്യാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് കൈ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുണ്ട്. പക്ഷേ ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കാരണം പലരും ഉപയോഗിക്കുന്ന അടുത്ത് തന്നെയല്ലേ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കൈ വെക്കേണ്ടത്. എന്തായാലും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു സെറ്റപ്പ്. ഓ എൻ്റെ മോനെ നോക്കിക്കേ, കെട്ടിടത്തിൻ്റെ ഭംഗി മാത്രമല്ല, ഇത് നേരെ ആർസ്റ്റേരിയയുടെ പുറത്ത് ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഗാർഡനാണ്. റോസാപ്പൂക്കൾ, ഒരു റോസ് എന്ത് അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നോക്കിക്കുക. ആ ചെറിയ മഴയും കൂടെ കഴിഞ്ഞുകൊണ്ടുണ്ടല്ലോ, ഫ്രഷ്നെസ്, മോർണിംഗ് ഫ്രഷ്നെസ് എല്ലായിടത്തും ഒരു ഇച്ചിരി മറ്റേ വെള്ളത്തുള്ളികളും റോസിൻ്റെ മൊട്ടുകളും പൂക്കളൊക്കെ നിൽക്കണ കണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസം അടിപൊളിയാകാൻ പോകുന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. അമ്മാതിരി സെറ്റപ്പ്. അതും ഒന്നും രണ്ടും ഒന്നുമല്ല, ഇത് ആ ഒരു നിര തന്നെ നിറയെ റോസ്. എന്ത് സൗകര്യത്തിലാന്ന് നോക്കിക്കേ, വിശാലമായ പാർക്കിങ്, എന്തോരം ട്രക്കുകൾക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ കാരവാൻസും കാറുകളും ട്രാവൽ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള സെറ്റപ്പ്. ഇത്രയും സൗകര്യത്തോടു കൂടി വേണം ട്രക്ക് സ്റ്റോപ്പുകളും കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുത്തേട്ടിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എല്ലാ സെറ്റപ്പുകളുണ്ട്. തേണ്ട ഒരു കാരവാൻ കിടക്കുന്നുണ്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ട്രക്ക് ലേബയിലെല്ലാം വാഷ്റൂംസ് എല്ലാം അടച്ചിടുകയും അവിടെ പാർക്കിങ്ങിനാണെങ്കിലും ഒക്കെ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാതെ ആരും ഇല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത കാണുമ്പോൾ ഉണ്ടല്ലോ സങ്കടം വരും. കണ്ടോ, ഇത് കണ്ടോ, ഒരു പിക്കപ്പിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുന്നവർക്ക് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ക്യാമ്പർ വലിച്ചുകൊണ്ട് പോകുന്ന സെറ്റപ്പ്. സാറേ കാത്തിരുന്ന് മുഷിഞ്ഞോ? അല്ല തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട എന്നാ വേണം? കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ആ പിന്നെ നമ്മളെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എന്നെ കിടിലം കാഴ്ചകളല്ലേ ബ്രോ, അടിപൊളി. ശരിക്കും നമ്മുടെ ഊട്ടിയല്ല, നമ്മുടെ വയനാട് ചുരത്തിലൊക്കെ പോകുന്നല്ലേ. വയനാട് ഇടയ്ക്ക് ഇതുപോലെ കോടയൊക്കെ വരാറുണ്ടോ? ഇടയ്ക്കല്ല, അവിടെ മിക്കവാറും ഉണ്ടാവും. ഈ ഒരു സെറ്റപ്പാ എന്റെ ഓർമ്മയില്. ഞാൻ ആ ഏരിയ കൂടെ പോകുമ്പോഴത്തേക്ക് അത് എന്തോ ഡ്രൈ സമയമായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കോടയൊന്നും കാണാൻ പറ്റില്ല. രാത്രി ആയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എത്രമാത്രം വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ പകല് സൂര്യനും കൂടെ ഉണ്ടായിരുന്നു മോനെ. നമ്മള് തിരിച്ചു പോരുമ്പോ ഇവിടെ ഡേ ആയിരിക്കും. നമുക്ക് നോക്കാം. എടാ, നിങ്ങളെ സ്ഥലത്തിന്റെ പേര് കണ്ടോ? മഹാൻ MAHAN. വെസ്റ്റ് വെർജീനിയൻ കാഴ്ചകൾ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. സത്യമായിട്ടും നമ്മുടെ ഒരു മൂന്നാർ വയനാട് രീതി. ശരിക്കും ഈ വെർജീനിയസിൻ്റെ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിവിടെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറുണ്ട്, മോഡി പുത്തൂരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ. അപ്പോൾ പുള്ളി നമ്മുടെ പിറവത്തിനടുത്തുള്ള പിരുവക്കാരനാണ്. പുള്ളിയുടെ ഒത്തിരി വിശേഷങ്ങളുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും പുള്ളീനെ ഒന്ന് വിളിച്ച് നോക്കാം, കാണാൻ പറ്റുമെന്ന്. പുള്ളി ഈ വെർജീനിയയിലും പിന്നെ നമ്മുടെ മോൺട്രിയലിലും ഒക്കെ ആയിട്ട് മാറി മാറിയാണ് താമസിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ മോഡിബായുടെ കഥ എന്നാണെന്നറിയാമോ? നമ്മുടെ പിറവത്തിനടുത്ത് പെരുവ എന്ന് പറഞ്ഞാൽ അവർക്ക് പുത്തൂരാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ലോറികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ആ പിറവ ഏരിയപ്പെട്ടവരെല്ലാം കടുത്തുരുത്തി കോട്ടയം പോവുകയാണെന്നുണ്ടെങ്കിൽ പെരുവഴി പോകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വലിയ 2 നില വീടിൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ SC ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട്. അതിങ്ങനെ ചെറുപ്പം പോലെ ഞങ്ങളെല്ലാം നോട്ട് ചെയ്ത് വണ്ടിപ്രാന്തന്മാരുടെ ഇത്രയും ലോറികൾ ഇങ്ങനെ പുത്തൂരാൻസ് എന്നൊക്കെ എഴുതി നല്ല ഡെക്കറേറ്റ് ചെയ്ത സെറ്റപ്പ്. SC ലോറികളുടെ ആ ഡെക്കറേഷനൊക്കെ അറിയാമല്ലോ. അങ്ങനെ പിന്നീട് നമ്മളെ ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം മോഡിബായ് നമ്മളെ കോൺടാക്ട് ചെയ്തു. ബ്രോ പിറവൻകാരനല്ലേ? ഞാൻ ഇന്നപോലെ എൻ്റെ വീട് പെരുവയിലാണ്, എൻ്റെ പേര് മോഡി പുത്തൂരാൻ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിലെ പുള്ളിയാണ് ബ്രോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടും ഫാനായി. ഇത്ര SC ലോറിയൊക്കെ ഉള്ള മച്ചാനാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വെർജീനിയ വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിബായിനെ ഒന്ന് വിളിക്കാൻ നോക്കാം. ടോൾ പ്ലാസ ആണല്ലോ. മോർണിംഗ്
വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയം പാല ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിൽ റബ്ബർ മരങ്ങൾ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ വളർന്നു നിന്നിട്ട് സെൻറ്ററിൽ കൂടെ നല്ല കിടില റോഡ് ഇങ്ങനെ റബ്ബറൈസ്ഡ് റോഡ് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പം അതുവഴി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഇതായിരിക്കും വെളുപ്പിന് നമ്മൾ കാറൊക്കെ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ മഴയും കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ മരങ്ങൾ ഇങ്ങനെ പൊക്കത്തി നിന്നിട്ട് ചെറിയൊരു തണലും ഒരു ഇളം വെയിലും നല്ല റോഡും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഫീലുണ്ടല്ലോ. നമ്മുടെ ഒരു കറക്റ്റ് കോട്ടയം പാല ഏരിയ ചെന്ന ഒരു ഫീലാണ്. രാവിലെ തന്നെ നല്ല ഫോഗും ആയി കേട്ടോ. ഒരു വലിയ മൗണ്ടൻ ഇറങ്ങിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഏതാണ്ടോ 5% ഡൗൺ ഗ്രേഡാണ് ഇനി 3 മൈൽ മുന്നോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ കോടമഞ്ഞെല്ലാം താഴെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല ഫോഗാണ് താഴെ കണ്ടോ. നമുക്ക് വാണിംഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന 5% ഗ്രേഡ്, നെക്സ്റ്റ് 3 മൈൽസ് യൂസ്ഡ് ലോവർ ഗ്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പോൾ മഴ പെയ്യാണ്ടിരുന്നേച്ചാൽ മതിയായിരുന്നു. നല്ല കിടിലം വിഷ്വൽസ് കിട്ടിയാനെ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വിൻഷീൽഡൊന്നും ക്ലിയർ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഒൻറ്റാറിയോയിൽ നിന്ന് നയാഗ്രയിലുള്ള ബഫലോ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്കാണ്. ന്യൂയോർക്ക് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പെൻസിൽവാനിയയിൽ നിന്ന് ഇപ്പോൾ വെസ്റ്റ് വെർജീനിയ നിന്ന് വെർജീനിയ കയറും. നോർത്ത് കാരോളൈന, സൗത്ത് കാരോളൈന, ജോർജിയ, ഫ്ലോറിഡ. ഇതാണ് നമ്മുടെ റൂട്ട്. ഈ ഫ്ലോറിഡേനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഫ്ലോറിഡേനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരു ഫുട്ബോൾ പ്രാന്തൻ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുകയല്ല. കാരണം നമ്മുടെ സൂപ്പർ താരം, നമ്മുടെയൊക്കെ ഐഡലായിട്ടുള്ള ലയണൽ മെസ്സി കളിക്കുന്ന ഇന്റർ മയാമിയിലാണ്. അപ്പോൾ ആ മയാമിയുടെ ഏരിയയിലേക്കുള്ള ഹയാലിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒർലാൻഡോ, ഹയാലിയ ഇതെല്ലാം ഫ്ലോറിഡയിലെ മേജർ സിറ്റീസാണ്. എനിക്ക് തോന്നുന്നു ഫ്ലോറിഡനെ നമുക്ക് നമ്മുടെ നാട്ടിലെ കുമരകമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇഷ്ടംപോലെ വാട്ടർ ബോഡീസും അതോടൊപ്പം തന്നെ ഈ മിക്കവാറും എല്ലായിടത്തും തന്നെ ക്രോക്കഡൈൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഇഷ്ടംപോലെ ഈ വെള്ളത്തിൻ്റെ പരിപാടികളാണ് അവിടെ നിറയെ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഫ്ലോറിഡ അങ്ങനെ വലിയ താല്പര്യമില്ലാത്തത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം അതൊരു വലിയ കാര്യമാണ്. പറഞ്ഞ പോലെ ഫ്ലോറിഡ ഇതുവരെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഈ പോകുന്ന എനിക്ക് തോന്നുന്നു നോർത്ത് കാരോളൈനയും സൗത്ത് കാരോളൈനയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ജോർജിയ, ഫ്ലോറിഡ ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. വെസ്റ്റ് വെർജീനിയയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഉള്ള ഒരു വലിയ ടണലാണ്. ഈ ടണലിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊന്നും തപ്പിയിട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. വെൽക്കം ടു വെർജീനിയ. കണ്ടോ നിങ്ങൾ? അങ്ങനെ നമ്മൾ വെർജീനിയയിലേക്ക് കയറിയിരിക്കുകയാണ്. വെർജീനിയ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു സ്റ്റേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര, പക്ഷേ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത്രയും നാച്ചുറൽ ബ്യൂട്ടി അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കിടിലൻ നല്ല, അതാ പ്രകൃതിയും അടിപൊളി. ഇപ്പം നമ്മൾ ഫ്ലോറിഡ ഏരിയ ഹ്യൂമിഡിറ്റി കൂടുതലാന്ന് പറയും, കാലിഫോർണിയ ചൂടോ അല്ലെ ഡ്രൈനെസ്സോ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു സാധനം കൂടുതലാന്ന് പറഞ്ഞാലും, പക്ഷേ ഈ ഏരിയ ഉണ്ടല്ലോ നാച്ചുറൽ ബ്യൂട്ടി കിടിലനാണ്. നിങ്ങൾ വിഷ്വൽസൊക്കെ തന്നെ നോക്കിക്കേ.
പിന്നെ ലോകപ്രശസ്തമായിട്ടുള്ള അപ്പലാച്ചിൻ ട്രെയിൽ ഈ വെർജീനിയയുടെയും വെസ്റ്റ് വെർജീനിയയുടെയും ഒക്കെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്, അതിൻ്റെ ഒരു ഭാഗം കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം വെസ്റ്റ് വെർജീനിയ അല്ലെ അപ്പലാച്ചിൻ ട്രെയിലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ രാവിലെ കാപ്പി എടുക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ, നമ്മൾ റെസ്റ്റ് ഏരിയ നിർത്തിയല്ലോ ഫുഡ്, ഫ്രഷ് ആയതേ. അപ്പം നമുക്ക് വേണ്ട ഈ കാണുന്ന ലൗസിൽ നിന്നൊരു കാപ്പി എടുത്തിട്ടങ്ങ് പോവാം. രാവിലത്തെ മോർണിംഗ് കോഫി ഇപ്പോഴാണ് കൈ കിട്ടിയത്, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. വെർജീനിയന്ന് ഇനി നേരെ നോർത്ത് കാരോലൈന, സൗത്ത് കാരോലൈന, ജോർജിയ, ഫ്ലോറിഡ. നമ്മളിപ്പോൾ കടന്നുപോയ റണ്ണവേ ട്രക്ക് റാമ്പ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ കണ്ടോ? അത് വേറെ ഒന്നുമല്ല, അത് ഇപ്പോൾ നമ്മൾ വലിയ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക വെർജീനിയയിൽ കേട്ടോ. കിടിലം കാഴ്ചകളാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇറങ്ങി നമ്മൾ ഹെവി ലോഡുമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്കിന് എന്തെങ്കിലും ഡാമേജ് വന്ന് നമ്മുടെ ബ്രേക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ പോയി എവിടെയെങ്കിലും ഇടിച്ച് കയറ്റുകയോ അല്ലെങ്കിൽ കൊക്കയിലേക്ക് മറിഞ്ഞ് വീഴുകയോ ചെയ്യാതെ നമുക്ക് അങ്ങനത്തെ റണ്ണവേ ട്രക്ക് റാമ്പുകൾ എന്നറിയപ്പെടുന്ന അങ്ങനത്തെ സാധനങ്ങളിലേക്ക് നമുക്ക് കുത്തിക്കയറ്റാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്കും പൊട്ടി വരുന്ന ഇങ്ങനെ ഹെവി ലോഡ് വണ്ടികളെ നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. നമ്മുടെ കാലിഫോർണിയ ഏരിയയിലൊക്കെ നമുക്ക് ഗ്രാവലായിരിക്കും അവിടെ ഇട്ടേക്കുന്നത്. അപ്പം ഇങ്ങനെ ഗ്രാവലിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പൂണ്ടുപോകും. പക്ഷേ ഇത് നല്ല കയറ്റങ്ങളാണ്, അപ്പോൾ കയറ്റത്തിലേക്ക് അങ്ങ് ഓടി കയറി നിൽക്കും. ബൈ ദ വേ നമ്മളിപ്പോൾ നോർത്ത് കാരോലൈനയിലേക്ക് കയറി കേട്ടോ. ആ കയറുന്നതിൻ്റെ അവിടുത്തെ വെൽക്കം ടു നോർത്ത് കാരോലൈന എന്നുള്ള സാധനം നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഇപ്പോൾ തന്നെ ഒരു വേസ്റ്റ് സ്റ്റേഷനായി. നിങ്ങളെ കണ്ടോ ട്രക്ക് ബൈപ്പാസ് വേസ്റ്റ് സ്റ്റേഷൻ. അപ്പം നമുക്ക് അവിടെയും ബൈപ്പാസ് കിട്ടി, അതോടൊപ്പം തന്നെ വേണ്ട ഇവിടെയും നമുക്ക് ബൈപ്പാസ് വന്നു. അപ്പം ഒന്നെങ്കിൽ സ്കെയിൽ ക്ലോസ്ഡ് ആണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ബൈപ്പാസ് വരുന്നതെന്ന്. അതിനനുസരിച്ച് നമുക്ക് ബൈപ്പാസ് കിട്ടും. അപ്പം നമുക്ക് സ്കെയിലിൽ കയറണ്ട. ഈ ഓരോ സ്റ്റേറ്റിൻ്റെയും എൻട്രൻസിലുള്ള ഈ വേസ്റ്റ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിന് പോർട്ട് ഓഫ് എൻട്രി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈപ്പാസ് കിട്ടിയത് വേറൊന്നുമല്ല, വേണ്ട വേസ്റ്റ് സ്റ്റേഷൻ ക്ലോസ്ഡാണ്, അതുകൊണ്ടാണ്. പിന്നെ ആ 2 ഹൈവേകളുടെ നടുക്ക് ഒരു ചുമല കളറിൽ നിന്നിരുന്ന ആ ഒരു സാധനമില്ലേ, അത് നിറയെ പൂക്കളാട്ടോ. നല്ല നമ്മുടെ 10 മണി പൂക്കളുടെയൊക്കെ ഒരു സ്റ്റൈലിലുള്ള നല്ല ടെൻഡറായിട്ടുള്ള പൂക്കൾ, നല്ല കിടിലം കാഴ്ചയായിരുന്നു. പക്ഷെ നമുക്ക് ട്രക്ക് നിർത്താനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. 1 മൈലിലെ ഒരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്, വേണ്ട റെസ്റ്റ് ഏരിയ. ഹൈവേ ഒക്കെ ഇത്രയും അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഏരിയ എങ്ങനെയുണ്ട് വെർജീനിയയിലെ എന്നുള്ളതൊന്ന് കയറി നോക്കിയേക്കാം. നമുക്ക് ബ്രേക്ക് എടുക്കാൻ സമയമായില്ല, എന്നാലും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച എങ്ങനെയുണ്ട് അവർ റെസ്റ്റ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയേക്കാം. എന്തായാലും റെസ്റ്റ് ഏരിയ നിർത്തി നോക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച ഒരു ഭംഗി മൊത്തത്തിൽ ശ്രദ്ധിക്കാനില്ല കേട്ടോ.
പൊതുവെ പരിസരം എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു അട്രാക്ഷനോ പൂക്കളോ കായകളോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിർത്തി സമയം കളയാതെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബ്രേക്ക് എടുക്കാൻ നേരത്തെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റ് ഏരിയ നോക്കി അതിൻ്റെ അകത്ത് കയറാം. പറയാതെ വയ്യ, ഈ റോഡും പരിസരങ്ങളും എല്ലാം ഇത്രയും വൃത്തിക്ക് കിടക്കാൻ കാരണം വേറൊന്നുമല്ല, ഇവർ നല്ല രീതിയിൽ ഹൈവേ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൈവേ മെയിൻ്റനൻസിൻ്റെ ടീമുകൾ അവിടെ ഇവിടെ എല്ലാം വണ്ടി നിർത്തി ഇവിടുത്തെ ഗാർബേജുകളും വേസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്ന സാധനങ്ങളും എല്ലാം കോൺസ്റ്റൻ്റ്ലി, ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക, ഈ മഴയത്ത് പോലും അവരതെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. ബൈ ദ വേ, നമ്മുടെ മോഡിബായുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് തന്നില്ലല്ലോ. നമ്മൾ മോഡിബായിനെ വിളിച്ചായിരുന്നു കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ പുള്ളിയുടെ ലൊക്കേഷൻ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന 77-ൻ്റെ പാരലായിട്ട് 95 എന്ന് പറഞ്ഞുകൊണ്ടൊരു റൂട്ടുണ്ട്, ആ റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. നിങ്ങൾ കാർ റേസിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ നാസ്കാർ. അപ്പം നാസ്കാറിൻ്റെ ഹോൾ ഓഫ് ഫെയിം നമ്മൾ വേണ്ട ഈ 36 എന്ന് പറയുന്ന എക്സിറ്റ് ഇവിടെ നോർത്ത് കാരോളൈനയിലാണ് കേട്ടോ. ഇതിപ്പം നോർത്ത് കാരോളൈനയിലെ മൂഴ്സ്വിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നാസ്കാറിൻ്റെ ഹോൾ ഓഫ് ഫെയിം. അപ്പോൾ അതിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ വിചാരം അത് ഷാർലറ്റ് എന്ന് പറയുന്ന ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ടൗൺ വരുന്നുണ്ട്. ഓട്ടോ മ്യൂസിയം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഷാർലറ്റിലായിരുന്നെന്നായിരുന്നു എൻ്റെ വിചാരം. എനിക്കറിയില്ല അത് മൂഴ്സ്വില്ലിലാണോ അതോ ഷാർലറ്റുമായിട്ട് ക്ലോസ് ആയതുകൊണ്ടാണോ ഇത് ഷാർലറ്റ് എന്നുള്ള രീതിയിൽ ഗൂഗിളിൽ കാണിച്ചെന്നുള്ളതൊക്കെ. എനിവേസ്, സംവേർ ഈ ഒരു ഏരിയയിലാണ് നാസ്കാറിൻ്റെ ഹോൾ ഓഫ് ഫെയിം. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. സൺലൈറ്റ് ഉണ്ടായാൽ ആ സണ്ണിൻ്റെ അല്ലെ ആ ആകാശത്തിൻ്റെ ആ ഒരു രസമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം വിഷ്വൽസൊക്കെ ആണല്ലോ ഈ മുകളിൽ മഴയത്തുള്ള വിഷ്വൽസ് ആണല്ലോ. എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഒരു ക്ലിയറർ ഏരിയ കിട്ടുമെന്നും നല്ല അടിപൊളി കിടിലം വിഷ്വൽസ് കിട്ടുമെന്നൊക്കെ നമുക്ക് വിചാരിക്കാം.